ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അല്ല എന്താണ്, ഞാനിപ്പോൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ എങ്ങനെ പഠിക്കണം എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വിട്ടുപോയി. ഇപ്പോൾ തൽക്കാലം പരമാവധി ടെൻഷനൊന്നും ഇല്ലാതെ അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക. അതായത് ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വീക്കിലി എക്സാമിൻ്റെ ടോപ്പിക്സ് വന്നിട്ടുണ്ടാവും. അത് ഇത്തിരി കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അത് ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ ചെയ്തൊക്കെ പഠിക്കുക. ഇപ്പോൾ അതിൻ്റെ കൂടെ വേറെ വല്ല ചാപ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ ആ ചാപ്റ്റേഴ്സ് ജസ്റ്റ് അതായത് പോർഷൻസ് ഒന്ന് വായിക്കുക. വീക്കിലി എക്സാമിൻ്റെ ചാപ്റ്റേഴ്സ് മാത്രം നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവിടുന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. മറ്റേ പോർഷൻസ് ഇപ്പം നിങ്ങൾക്ക് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ടാവുമല്ലോ, അവിടെ ജസ്റ്റ് വായിച്ച് പഠിച്ചങ്ങ് വിട്ടാൽ മതി. അല്ലാതെ വലിയ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് അങ്ങനെ സമയം കളയാൻ നിൽക്കണ്ട. കാരണം പിന്നെ നിങ്ങൾക്ക് ഒത്തിരി സമയം കിട്ടും, രണ്ടും കൂടെ നോക്കാൻ സമയം കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. എന്നാലും വീക്കിലി എക്സാമിന് ഇത്രയും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ നോക്കുക. പഠിപ്പിക്കുന്ന പോർഷൻസിൻ്റെ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. പരമാവധി നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഒരു ബുക്ക് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്താലും മതി. എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇപ്പോൾ ബ്രില്യൻറ്റിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ബുക്കുണ്ടല്ലോ, അതിൽ ആ ഒരു സ്റ്റഡി മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസും എന്തായാലും ചെയ്യണം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കണം. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിയുള്ളവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് അവർ പഠിക്കുന്നതൊക്കെ കണ്ടിട്ട് ടെൻഷൻ കയറ്റി നശിപ്പിക്കരുത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ബയോളജി ഒത്തിരി ഔട്ട് പഠിപ്പിക്കുന്നുണ്ട് ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് ഔട്ടൊക്കെ നമുക്ക് വേണം. ഇപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ NCERT ടെക്സ്റ്റ്, ഇപ്പം ബയോളജി ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന നോട്ടൊന്ന് വായിക്കുക, NCERT ടെക്സ്റ്റ് ഒന്ന് വായിക്കുക. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്ത് വെച്ച് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയലിൽ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബ്രില്യൻറ്റിലെ തന്നെ മെറ്റീരിയൽ എന്ന് ഞാൻ പറയത്തില്ല, വേറെ ഏതെങ്കിലും ഒരു ബുക്ക്, അരിഹണ്ടിൻ്റെ ബുക്കോ MTGയുടെ ഏതെങ്കിലും ഒരു പബ്ലിക്കേഷൻസിൻ്റെ ബുക്ക് എടുത്ത് ചെയ്യുക. ബയോളജിയോ, ഇപ്പോൾ ബയോളജി അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ന കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഔട്ടാണെന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ടെക്സ്റ്റിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് മാത്രം പഠിക്കുക. അല്ലാതെ അനാവശ്യമായിട്ട് ഇപ്പോൾ BSc സുവോളജിയോ BSc ബോട്ടണിയോ ഒന്നും എടുത്തല്ലല്ലോ നമ്മളവിടെ പോയേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതിനകത്തിൽ വരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഔട്ട് മാത്രം ഒന്ന് എഴുതി വയ്ക്കുക. അതൊക്കെ ഒന്ന് പഠിക്കുക. പിന്നെ ബാക്കിയുള്ളവർ പഠിക്കുന്നതൊന്നും ശ്രദ്ധിക്കേണ്ട. പിന്നെ ഈ കുറച്ച് പേര് ഉറച്ച് പഠിക്കുന്ന ഒരു പ്രശ്നം, അതായത് നന്നായിട്ട് വായിച്ച് പഠിക്കുന്നവർക്ക് അവിടെ ചെന്നിട്ട് ഈ മനസ്സിൽ വായിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. പരമാവധി നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. മനസ്സിൽ വായിച്ച് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് തീരെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കോറിഡോറിലോ അല്ലെങ്കിൽ സ്റ്റെയറിൻ്റെ അവിടെയോ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് സ്പേസ് കണ്ടുപിടിക്കുക. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് അത്യാവശ്യം ഉറക്കെ വായിച്ചൊക്കെ പഠിക്കുക. നമ്മളെപ്പോഴും നമ്മളെ കംഫർട്ടാക്കുന്ന ഒരു സോൺ കണ്ടുപിടിക്കുക. അല്ലാതെ ഇപ്പോൾ ഇത്ര ചെറിയ പ്രശ്നങ്ങൾ വന്ന് എനിക്ക് ഉറച്ച് വായിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഇപ്പോഴും ഓൺലൈനിലോട്ട് മാറണം അങ്ങനെയൊക്കെ പറയാതെ, വാശി പിടിക്കാതെ, വീട്ടുകാരെ ഒരു വല്ലാത്ത രീതിയിൽ ടെൻഷൻ ആക്കാതെ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ എല്ലാ ടെൻഷനും കൂടെ നിങ്ങളെടുത്ത് വീട്ടുകാരെ സമാധാനമായിട്ട് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒരു ഡിസിഷൻ അങ്ങ് എടുക്കാതിരിക്കുക. എന്നെക്കൊണ്ട് ഒട്ടും പറ്റുന്നില്ല, എനിക്കിപ്പോൾ ഓൺലൈൻ ആവണം. നിങ്ങൾ അവിടെ നിന്ന് നിന്നിട്ട് ഒരു 1-2 ആഴ്ച നിന്നിട്ട് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ മാത്രം അങ്ങനത്തെ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ നോക്കുക. അപ്പോൾ അത്രേ ഉള്ളടാ. ശരി.